ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ അനിയെയും നന്ദുവിന്റെ കൂട്ടുകാരുമാണ്. അങ്ങനെ നമ്മുടെ അനി പറയാണ്, ഏതായാലും എന്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയ്ക്കും നല്ല അടി കിട്ടി, അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. അപ്പൊ പെട്ടെന്ന് കൂട്ടുകാരന്മാര് ചോദിച്ചു, അല്ല ആരാണ് അത് ചെയ്തത്? ആളെ തേടി അലയേണ്ടതൊന്നുമില്ല, ആൾക്കാർ എന്റെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതാരെയാ? ഞങ്ങളെയാണോ ഉദ്ദേശിച്ചത്? ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാനേ വിശ്വസിക്കുമായിരുന്നു, പക്ഷേ ഹെൽമെറ്റ് വെച്ച് മുഖം മറച്ച് എല്ലാം പയറ്റി തെളിഞ്ഞ ഒരു പെണ്ണാണ് തല്ലിയതെന്നൊക്കെ പറഞ്ഞാല് അത് നീ അല്ലാതെ മറ്റാരും അല്ലെന്ന് എനിക്കറിയാം. നന്ദു, നീ തന്നെയാ ഇതിന് കാരണക്കാരി. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറഞ്ഞു, അത് പിന്നെ ഇനി നിന്നോടൊന്നും മറച്ചു വെക്കുന്നില്ല, ഞങ്ങൾ തന്നെയാ അത് ചെയ്തത്. ഒരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമായിട്ടേ ഉള്ളൂ. ഗുണ്ടകളെ വിട്ട് നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ കാരണവും അവരൊക്കെ തന്നെയല്ലേ, അപ്പൊ പിന്നെ നീ ചെയ്തതിൽ അതിശയിക്കാനൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദുവിന്റെ കൂട്ടുകാരൻ പറഞ്ഞു, അത് മാത്രമല്ല മറ്റു പലതും നിന്റെ ഭാര്യയും അതുപോലെ അവളുടെ അമ്മയും അമ്മായിയപ്പനും ഒക്കെ ചേർന്ന് പലതും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അനി ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പറയുന്നത്? അപ്പൊ നന്ദു പറഞ്ഞു, ഒന്നുമില്ല, ഇവന് വട്ടാ, അനി ഒന്നുമില്ല. ഇല്ലില്ല, എന്തോ ഉണ്ട്, അങ്ങനെ പറഞ്ഞൊഴിയൊന്നും വേണ്ട, എന്തോ ഇതിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവര് തല്ലുകൊള്ളാൻ എന്തുകൊണ്ടും അർഹര് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. എന്റെ വല്യമ്മയെ ഹോസ്പിറ്റലിൽ കിടത്തിയത് പോലും അവളും അവളുടെ അമ്മയും കൂടെ ആണോന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. അപ്പൊ ആ കൂട്ടുകാരൻ പറഞ്ഞു, അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കും ഉണ്ട്. പിന്നെ ഇവളുടെ ചേച്ചി കുടിക്കേണ്ട പാല് നിന്റെ വല്യമ്മ കുടിച്ചെന്നാ ഇവള് പറഞ്ഞത്. അത് തന്നെയാടാ സത്യം. അപ്പൊ വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, അല്ലെ നിന്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയ്ക്കും എങ്ങനെയുണ്ട്? രണ്ടെണ്ണവും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി, നല്ല പരിക്കുണ്ട്. ദേഹം മുഴുവനും ശരീരം സാമാന്യം തരക്കേടില്ലാത്ത രീതിയിലാ അനി ചതച്ചേക്കുന്നത്. പുറമേ ഉള്ള മുറിവിനേക്കാൾ കൂടുതൽ ഉള്ളിലായിരിക്കും. കുറച്ചു ദിവസം കിടക്കട്ടെ, അമ്മയ്ക്കും അച്ഛനും മോള് പോയി കുറച്ചു ദിവസം കൂട്ടിരിക്കട്ടെ, അപ്പോഴേ ചെറുതായിട്ടൊന്നും വേണ്ട, ഇത്തിരി ഹെവി ആയിട്ട് തന്നെ ആയിക്കോട്ടെ, ചെലവ് ഞാൻ നോക്കിക്കോളാം. അമ്മായി അച്ഛനും അമ്മായി അമ്മയ്ക്കും തല്ലി കിട്ടിയതിന്റെ ചെലവല്ലേ? അത് അവരർഹിക്കുന്നുണ്ടല്ലോ, അവരർഹിക്കുന്നതാണ് നമ്മൾ കൊടുത്തത്. പിന്നെ അവൾ എന്റെ ഭാര്യയാണെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. അപ്പൊ പിന്നെ അവര് എന്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയും ആക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ, അതിന്റെ ആവശ്യവുമില്ല. അല്ല, അവസാനം കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് തന്നെ വരുവോ? അപ്പം അനി ചോദിച്ചു, എങ്ങനെ? അല്ല, നിങ്ങൾ രണ്ടും ഒന്നിക്കോന്നാ ചോദിച്ചത്. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദുവിനെ നോക്കാണ് കേട്ടോ അനി. എന്നിട്ട് എനിക്കൊരു ആൻസർ ഇല്ല അതിന് പറയാൻ വേണ്ടിയിട്ട്, പക്ഷെ നന്ദുവിനെ ഒഴിഞ്ഞു മാറണം. അപ്പൊ നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കത്തൊന്നുമില്ല, നിങ്ങൾ ആ വിഷയം അങ്ങോട്ട് വിട്, എന്തിനാ അതിവിടെ സംസാരിക്കണത്? ജ്യൂസ് കുടിക്കാൻ നോക്കാം എന്ന് പറഞ്ഞ് ജ്യൂസ് കുടിക്കാൻ കേട്ടോ. പക്ഷെ നമ്മുടെ എനിക്ക് നന്ദുവിന് ചെറിയ നോട്ടമൊക്കെ ഉണ്ട്, ചെറിയ രീതിയിൽ ഓട്ടക്കണ്ണൊക്കെ ഇട്ടിട്ട് നമ്മുടെ നന്ദുവിനെ അനി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെയും അതുപോലെ നവ്യനെയാണ്. അങ്ങനെ നവ്യ പറയാ, നയനെ നീ അറിഞ്ഞോ, ഈ വീട്ടിലൊരു ഇളയ തമ്പുരാട്ടി ഉണ്ടല്ലോ, അവസാനം കയറി വന്ന മരുമകള്, അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇന്നലെ രാത്രി ഇരുട്ടടി കിട്ടി, രണ്ടെണ്ണത്തിനെ തല്ലി ഒതുക്കി കളഞ്ഞു. അത് നീ അറിഞ്ഞോ? അല്ല, ആരാ ചേച്ചി അത് ചെയ്തത്? കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉള്ള ഒരു കളരിക്കാരിയാ ചെയ്തത്. അല്ല, നന്ദുവിന്റെ കാര്യമാണോ പറയുന്നത്? നന്ദുവിന്റെ കാര്യം തന്നെ. അവരെ കൂട്ടുകാരെയും കൂട്ടി വന്നിട്ട് ഇന്നലെ മതില് ചാടി കടന്നു വന്നിട്ട് രണ്ടെണ്ണത്തിന് നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി. അയ്യോ, ഇതങ്ങനെ കേസായ എന്നെ ചെയ്യും? കേസായ നമ്മളും തിരിച്ച് കേസ് കൊടുക്കും, അല്ലാതെ പിന്നെ നിന്റെ അമ്മായിയമ്മയെ കൊണ്ട് തന്നെ നമുക്ക് കേസ് കൊടുപ്പിക്കണം. നീ കാച്ചി വെച്ച പാലില് വിഷം കലർത്തിയത് അവളും അവളുടെ അമ്മയും കൂടെ ചേർന്നല്ലേ? എല്ലാ സത്യവും പൊളിയട്ടെ. സത്യങ്ങളെല്ലാം പൊളിഞ്ഞ് വെളിയിൽ വരണമല്ലോ. പിന്നെ വലിയൊരു തെറ്റാ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് മാത്രമാണോ? നമ്മുടെ നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയില്ല അവളുടെ അച്ഛന് അയച്ച ഗുണ്ടകള്, അതെല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്ത് അമോത്തലും പലിശ എല്ലാം കൂടെ കൂട്ടി. അല്ല, അവളെ ചേച്ചിയാണോ ചൂടാക്കിയത്? പോയി, അതെ, ഞാൻ തന്നെയാ പോയി ചൂടാക്കിയത്, നടന്ന കാര്യം പറഞ്ഞതും. അപ്പളെ അവള് പറഞ്ഞതാ വീട് കയറി ആക്രമിക്കുന്ന. അയ്യോ, എനിക്ക് പേടിയാവും. ഞാൻ എന്തായാലും അവളെ ഒന്ന് വിളിക്കട്ടെ. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഹനി അറിഞ്ഞാലും ഇത് നന്നായെന്നേ പറയത്തുള്ളൂ. അല്ല, അവള് തല്ലിയെങ്കില് രണ്ടാൾക്കും കാര്യമായ പരിക്കു പറ്റി കാണൂലോ, എല്ലൊക്കെ ഒടിഞ്ഞു കാണൂലോ. പിന്നെ എല്ലൊക്കെ ഒടിഞ്ഞു കാണും. അതുപോലെയുള്ള ഇടിയല്ലേ ഇടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേല് തൊന്നാലേ അവർ രണ്ടുപേരും പഠിക്കത്തുള്ളൂ. വേണ്ട, അവള് വെറുതെ തിളപ്പിക്കണ്ട.
ഒന്നാത് അനാമിക വന്ന് എന്നെ അന്ന് പിടിച്ചു തള്ളിയതിന്റെ ദേഷ്യം ഇപ്പോഴും ഉണ്ട് നന്ദുവിന്. ആ ദേഷ്യം എനിക്കും ഉണ്ട്. നമ്മുടെ വീട്ടിൽ കയറിയല്ലേ അവൾ അന്ന് ചെയ്തത്. അത് പിന്നെ അന്ന് പകരമായിട്ട് തല്ലുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തതല്ലേ ചേച്ചി. നീ ഓപ്പറേഷൻ കഴിഞ്ഞൊരു പെൺകുട്ടിയാ. അങ്ങനെയുള്ള ഒരു പെൺകുട്ടീനെ പിടിച്ച് തള്ളി താഴെ ഇട്ട് കഴിഞ്ഞാല് സഹിക്കും ആർക്കെങ്കിലും? ഇല്ല, പ്രത്യേകിച്ച് നന്ദുവിന് സഹിക്കില്ല. അങ്ങനെ വളർത്തി വഷളാക്കിയ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ഇട്ടോ ഇന്നലെ ഭേഷായിട്ട് കൊടുത്തത്. ഇനി ഏതായാലും കുറച്ച് നാളുണ്ടല്ലോ സമാധാനത്തോടു കൂടി ജീവിക്കണം. നമുക്ക് കുറച്ച് നാളല്ല, ഇനി മുന്നോട്ടേക്ക് എല്ലാം നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കണം. അല്ലേ ചേച്ചി, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലാണോ ഉള്ളത്? അതൊന്നും അറിയത്തില്ല. ഇനിയിപ്പൊ ഡിസ്ചാർജ് ആയാലും ഏതെങ്കിലും നല്ലൊരു വൈദ്യനെ കണ്ട് കുറച്ച് ദിവസം കിഴിയിടേണ്ടി വരും. ഇല്ലെങ്കിലേ ശരീരം കേടാകും. ഇടയ്ക്ക് നമുക്കൊന്ന് പോയി കണ്ടാലോ? വേണ്ട, അതൊന്നും വേണ്ട. അങ്ങനെ മറ്റുള്ളവരുടെ വേദന കണ്ട് ആസ്വദിക്കുന്നത് നല്ലതല്ല. എനിക്കൊന്ന് പോണമെന്നുണ്ട്. അതുപോലെയാ ഇപ്പൊ അവളുടെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുകയാണല്ലോ. അത് കുറച്ച് കുറയണമല്ലോ. അതിന് നമ്മൾ അവിടെ പോയി കാണണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോവാണ് കേട്ടോ. പക്ഷെ നയനയ്ക്കൊരു ചെറിയ പേടി പോലെയൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശിനെയാണ്. ആദർശല്ലാട്ടോ, സോറി, ജയനെയാണ്. ജയൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് എന്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ദേവയാനി വന്നിട്ട് പറഞ്ഞു, അതെ, എനിക്കൊരു സ്വസ്ഥത വേണം. എനിക്ക് ഫ്രീ ആയിട്ട് ഇവിടെയൊക്കെ നടക്കണം. അതിനിപ്പോ എന്താ കുഴപ്പം? നിനക്ക് ഫ്രീ ആയിട്ട് നടക്കത്തില്ലേ? അതിന് കുഴപ്പം എന്താണെന്ന് ചോദിച്ചാല് അതിന് അവള് തടസ്സമാ. ആര് തടസ്സം? അവള് തന്നെ, ആ നയന. നയനെ നീ തന്നെയല്ലേ പോയി കൂട്ടിക്കൊണ്ട് വന്നത്? പിന്നെന്താ ഇനി തടസ്സമൊക്കെയാണെന്ന് പറയുന്നത്? അത് പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം, അത് വലിയൊരു അബദ്ധം. അതേപ്പറ്റി ഞാൻ പറയാതിരിക്കുന്നതാ ഭേദം. നിന്റെ സ്വഭാവം എനിക്ക് പിടികിട്ടുന്നില്ല ദേവയാനി. നീ എന്തൊക്കെയാ പറയുന്നത്? പലപ്പോഴും പല രീതിയിൽ നീ സംസാരിക്കുന്നു. നമ്മുടെ മോനെ ഏതു നേരവും അവളെ ഓർത്തോണ്ടായിരിക്കുന്നത്. അവനാണെങ്കിൽ ഉറക്കവും ഇല്ല. ഭക്ഷണം പോലും എന്നെ കരുതി എന്തെങ്കിലും കഴിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അവൻ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കത്തില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. അവന്റെ വിഷമം എനിക്ക് കാണാൻ വയ്യ ജയേട്ടാ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് എന്നെ പട്ടിണിക്കിടാൻ വേണ്ടി അവൻ ആഗ്രഹിക്കില്ല. അല്ല, നീ തന്നെയല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്? പിന്നെന്താ? അതെ, ഞാൻ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അതിന് എനിക്ക് ഒരു മടിയില്ല. പക്ഷെ ഞാൻ അടുക്കളയിൽ കയറുമ്പം എന്റെ കൂടെ അവള് കയറാൻ പാടില്ല. ഇതെന്താ ദേവയാനി? അത് കയറേണ്ടത് നീ തന്നെ അങ്ങ് പറഞ്ഞാ പോരെ? പറഞ്ഞാലൊന്നും അവള് കേൾക്കില്ല. അത് അവളുടെ സ്വഭാവം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? നീ എന്ത് വേണമെന്ന് ഈ പറയുന്നത്? അത് പിന്നെ നമ്മുടെ മോൻ പോകുമ്പം അവളും കൂടെ പൊക്കോട്ടെ. എങ്ങോട്ട്? അത് പിന്നെ എങ്ങോട്ടാ നമ്മുടെ മോൻ എന്നും പോകുന്നത്? നമ്മുടെ ഓഫീസിലേക്കല്ലേ പോകുന്നത്. അവള് വലിയ ഡിസൈനർ ആണെന്നല്ലേ എല്ലാവരും പറയുന്നത്. പിന്നെ എന്താ കുഴപ്പം? പിന്നെ ഞാൻ എന്തിനാ അവളെ വീടിനകത്ത് തളച്ചിടുന്നത്? പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. അവള് പോയി ഡിസൈൻ ചെയ്തോട്ടെ. ഇത് കേട്ട് നമ്മുടെ ജയനൊന്ന് ഞെട്ടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, എന്തെങ്കിലും വരച്ചും കുറിച്ചൊക്കെ പേരെടുത്തോട്ടെ. ദേവയാനി, ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നയനെ നമ്മുടെ മോളോടൊപ്പം പറഞ്ഞു വിട്ടിട്ട് 2 ദിവസം കഴിയുമ്പം നീ പോകണ്ടെന്ന് പറയരുത്. ഇല്ല ജയേട്ടാ, ഒരിക്കലും ഞാൻ പറയില്ല. അവളുടെ പ്രസൻസാ എന്റെ പ്രശ്നം. അതുകൊണ്ട് അവളുടെ പ്രസൻസ് ഇല്ലാതാക്കണം. ഇതിപ്പോ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരെ കാണേണ്ടി വരില്ലല്ലോ. പിന്നെ ഞാൻ രക്ഷപ്പെട്ടല്ലോ. അത് മാത്രമല്ല, അനന്തപുരിയിലെ മരുമകള് നല്ലൊരു ഡിസൈനർ ആണെന്ന് പലർക്കും അറിയാം. അപ്പൊ പിന്നെ ഞാനായിട്ട് എന്തിനാ തടഞ്ഞു വെക്കുന്നത്? അവളെ കുറിച്ച് വാർത്തയൊക്കെ വന്നതല്ലേ. അങ്ങനെ ഒരുത്തിയെ ഇവിടെ ഇട്ട് അമ്മായിയമ്മ ശ്വാസം മുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ നാളെ കഥ ഉണ്ടാക്കാനും ആൾക്കാർ മടിക്കില്ല. എന്തിനാ അങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കണത്? അവള് പൊക്കോട്ടെ. അവള് പോയി വലിയ ഡിസൈനറൊക്കെ ആവട്ടെ. വലിയ ഡിസൈനൊക്കെ ചെയ്ത് നമ്മുടെ മൂർത്തി ജ്വല്ലറി വളർത്തട്ടെ. അതല്ലേ നമ്മുടെ മോന് ഇഷ്ടം. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ദേവയാനി? നമ്മുടെ മോൻ അത് ഭയങ്കര ഇഷ്ടമാ. നയനയ്ക്ക് ഡിസൈനറായിട്ട് ജോലി കൊടുക്കണമെന്ന് ആദർശിന് മാത്രമല്ല, എനിക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ അതേ ആഗ്രഹം തന്നെ ഉള്ളത്. അതാ പറഞ്ഞത്. ഇനിയിപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിന് ഞാൻ എതിര് നിന്നെന്ന് ആരും പറയണ്ട. ആദർശനാണെങ്കിൽ അവളെ ഏതു നേരവും കാണുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് പോയിക്കോട്ടെ, പോയി ജോലി ചെയ്യട്ടെ. അവൾക്കൊരു സാലറി നിശ്ചയിച്ചോ, എന്നിട്ട് കൊടുത്തോ. അല്ല, അങ്ങനെ വന്നാൽ തന്നെ മോള് സാലറി ഒന്നും മേടിക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്തിനാ അവളെ കൊണ്ട് വെറുതെ ജോലി ചെയ്യിപ്പിക്കുന്നത്? സാലറി കൊടുക്കണം. നമ്മുടെ കമ്പനിയിലെ മെയിൻ ഡിസൈനറായി അവൾ ചാർജ് എടുക്കുകയാണെങ്കിൽ അവൾ അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കണം. അത് നമ്മൾ ചെയ്യേണ്ടതല്ലേ. അല്ലാതെ ഇവിടെ ഫ്രീ സർവീസ് ഒന്നും വേണ്ട. അല്ല, ഇത് നിന്റെ മോനോട് നീ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല, ജയേട്ടൻ തന്നെ ഇങ്ങ് പറഞ്ഞാ മതി. ഏതായാലും ഞാൻ പറയാം. അല്ല, അതെ, എന്നു മുതലാ നയനമോളെ ജോയിൻ ചെയ്യേണ്ടത്? അത് പിന്നെ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. രാവിലെ ആദർശ് പോകുമ്പോ അവന്റെ ഒപ്പം പൊക്കോട്ടെ. അങ്ങനെയെങ്കിലും ഇന്നു മുതൽ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടൂല്ലോ. എങ്കിൽ ശരി എന്നും പറഞ്ഞ് നമ്മുടെ ജയൻ അങ്ങ് പോവാണ് കേട്ടോ. ജയന് ഭയങ്കര സന്തോഷമായി. ഏതായാലും നമ്മുടെ ദേവയാനിക്കും ഭയങ്കര സന്തോഷമായി. ജയൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഭയങ്കരമായിട്ടും അങ്ങ് സന്തോഷിക്കുകയാണ് കേട്ടോ. അത് മനസ്സിൽ വിചാരിക്കാം, അവളുടെ കഴിവ് മുഴുവനും പുറത്തെടുക്കാനുള്ള അവസരം
അവക്ക് കിട്ടണം. അവൾ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണം. അത് കണ്ട് എനിക്ക് ആസ്വദിക്കണം. എൻ്റെ മരുമോളും മോനും സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ആദർശ് എന്തോ ഒരു ലാപ്ടോപ്പിലൊക്കെ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നയന ഒരു കപ്പ് കോഫി ആയിട്ട് വരിക. ആദർശ് ചേട്ടാ ഇന്ന ചൂട് കുറച്ച് കൂടുതലാണ്, ഊതി ഊതി കുടിക്കണേ. എന്റെ വാ പൊളിക്കാനാണോ നിന്റെ പരിപാടി? അപ്പൊ നമ്മുടെ ജയൻ അതിലിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ജയൻ വന്നിട്ട് പറഞ്ഞു, അതെ രണ്ടാൾക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസോ? എന്ത്? ഇനി ഓഫീസിൽ പോകുമ്പോഴും നിനക്ക് നിന്റെ ഭാര്യനെ കണ്ടോണ്ടിരിക്കാം, അതാണ് ഗുഡ് ന്യൂസ്. അപ്പോഴത്തേക്കും ആദർശ് ചോദിക്കുക, അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പകൽ സമയത്ത് മോൾക്ക് വീട്ടിൽ നിന്ന് ഒരു മോശം കിട്ടി, ശാപമോശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ അച്ഛാ ഈ പറയുന്നത്? അതെ, നമ്മുടെ ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനർ ആയിട്ട് മോളെ നിയമിക്കാൻ പോവുക. അപ്പൊ ആദർശ് പറഞ്ഞു, ഇത് അച്ഛന്റെ മാത്രം തീരുമാനമാണോ? അമ്മയോട് ഇതേപ്പറ്റി വല്ലതും പറഞ്ഞായിരുന്നോ? ഇത് എന്റെ തീരുമാനമല്ല, ഇത് നിന്റെ അമ്മയുടെ തീരുമാനമാ. എന്താച്ചാ അമ്മയുടെ തീരുമാനമോ? അമ്മയാ പറഞ്ഞത് ഇനി നിനക്കൊപ്പം മോള് ഓഫീസിൽ പൊക്കോട്ടെ എന്ന്. ഏതായാലും സന്തോഷമായോ? അല്ല അച്ഛാ, ഇന്ന് ഏപ്രിൽ ഫൂൾ ഒന്നും അല്ലല്ലോ. ഏപ്രിൽ ഫൂൾ വരുന്നതേ ഉള്ളൂ, ഇന്ന് ഏപ്രിൽ ഫൂൾ ഒന്നും അല്ല. അയ്യോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ നയന പറയാ. അപ്പൊ ജയൻ പറഞ്ഞു, കേട്ടപ്പോ എനിക്ക് വിശ്വാസം ആയില്ല മോളെ. പിന്നെ കുറെ നാളായിട്ട് അച്ഛനും അമ്മയും ഇതേപ്പറ്റി പറയുന്നുണ്ട്. അതിന്റെ ചൂട് പിടിച്ച ഇപ്പം മോള് ഇവന്റെ ഒപ്പം പൊക്കോട്ടെ എന്ന് ഇവന്റെ അമ്മ പറഞ്ഞത്. മോന്റെ സന്തോഷത്തിനും കൂടിയാ. ഇപ്പം നിന്റെ സന്തോഷം മാത്രം അയാള് കണക്കിലെടുക്കുന്നത് ആദർശം. പിന്നെ നമ്മുടെ ജ്വല്ലറിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ നയനമോള്. ഇനി ആ നേട്ടങ്ങൾ സ്ഥിരം അങ്ങോട്ട് നമുക്ക് സ്ഥിരം അങ്ങോട്ട് നേടാം. അതേപ്പറ്റി ചിന്തിച്ചപ്പം മോള് കമ്പനിയിലെ ജോലി ചെയ്യുന്നത് നല്ലതാണെന്ന് അയാൾക്ക് തോന്നിക്കാണും. അതും കൂടി ഉണ്ടെന്ന് ഇതിന്റെ പിന്നില്. പിന്നെ ഇപ്പൊ മോളെ കൊണ്ട് അയാൾ വീട്ടുപണി ഒന്നും ചെയ്യിക്കുന്നില്ലല്ലോ. ആ നിലയ്ക്ക് മോള് കമ്പനിയിലെ മെയിൻ ഡിസൈനർ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണങ്ങളെല്ലാം കമ്പനിക്കാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാലോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവയാനി വന്നിട്ട് ജയേട്ടനെല്ലാം പറഞ്ഞോ? അപ്പോഴത്തേക്കും ആദർശ് ചോദിച്ചു, അല്ല പൂർണ്ണ മനസ്സോടു കൂടിയാണോ അമ്മ ഇതൊക്കെ സമ്മതിച്ചത്? വേറെ ഒന്നും കൊണ്ടും അല്ല. അത്രയും സമയം എനിക്ക് ഇവളുടെ മുഖം കാണണ്ടല്ലോ. ഈ വീട്ടിലെ ഇവളെ കണ്ടിട്ട് എനിക്ക് സമാധാനം നഷ്ടപ്പെടുക. നിനക്കൊപ്പം ഇവള് വന്നു കഴിഞ്ഞാൽ പിന്നെ പകൽ സമയത്ത് എനിക്ക് ഇവളെ കാണണ്ടല്ലോ. ഇവളുടെ പ്രസൻസ് ഉണ്ടല്ലോ, അത് വല്ലാതെ എന്നെ അങ്ങോട്ട് കുഴപ്പിക്കുക. ഓഹോ, അത് ശരി. അപ്പൊ ഇവളുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയാണോ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അങ്ങനെയും പറയാം. പിന്നെ ഇവള് വലിയ ഡിസൈനർ അല്ലേ, ഭയങ്കര ഡിസൈനർ. അങ്ങനെയുള്ളവളെ ഇതിനകത്തിട്ട് ശ്വാസം മുട്ടിക്കുക. ഇനിയിപ്പം ഒരു പറച്ചിലുണ്ടല്ലോ, അത് വേണ്ട, അതങ്ങ് നിർത്തിക്കണം. അപ്പോഴത്തേക്കും ജയൻ പറഞ്ഞു, അങ്ങനെ ആരും ഇതുവരെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെങ്കിലും എനിക്ക് ജയേട്ടൻ ഉൾപ്പെടെ എല്ലാവരുടെയും മനസ്സ് പിടികിട്ടൂലോ, എനിക്കറിയാലോ. അതുകൊണ്ടാ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ നമ്മുടെ ജലജ വരികയാണ് കേട്ടോ. അപ്പം ജലജയോട് ദേവയാനി പറഞ്ഞു, ജലജ ഇവിടുത്തെ അടുക്കള പണി മുഴുവൻ ഇനി ഞാനാ ചെയ്യുന്നത്. എന്നെ സഹായിക്കാൻ നീയും ജാനകിയും ഉണ്ടല്ലോ. പിന്നെ എനിക്ക് എന്തിനാ വേറൊരു കൂട്ട്? ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാ എനിക്ക് വിശ്വാസം. അപ്പോഴത്തേക്കും നമ്മുടെ ജലജയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ. ജലജയാണെങ്കിൽ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കുക. എന്താ ഏടത്തി പറയുന്നത്? അത് പിന്നെ വേറെ ഒന്നുമല്ല. എന്തിനാ ഇവിടെ ഇരിക്കേണ്ട ആവശ്യം? ഇവള് വെറുതെ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവള് ഇനി മുതല് ആദർശിനൊപ്പം പറഞ്ഞു വിടാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. വല്ലാണ്ട് ഞെട്ടിപ്പോവാണ് കേട്ടോ നമ്മുടെ ജലജ. അപ്പൊ ജലജ ചോദിച്ചു, എന്ന് വെച്ചാൽ എന്താ ഏടത്തി പറയുന്നത്? അത് പിന്നെ ഇവള് കമ്പനിക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കി തന്നെന്നല്ലേ എല്ലാരും പറയുന്നത്. അപ്പം ഇവള് കമ്പനിയിലെ ഡിസൈനർ ആയിക്കോട്ടെ. ഇതും കേട്ട ഉടനെ ഞെട്ടി തകർന്ന് തരിപ്പണമായി നമ്മുടെ ജലജ നിൽക്കുന്നു. അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ജലജയ്ക്ക്. അങ്ങനെ ദേവയാനി പറഞ്ഞു, ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല ആദർശേ, ഇന്നു മുതലേ നീ ഇവളെയും കൂടെ കൂട്ടിക്കോ, ഇവളെയും കൂടെ കൊണ്ടുക്കോ. ശരി അമ്മേ, കൊണ്ടുപോകാം. അപ്പൊ നമ്മുടെ നയന പറഞ്ഞു, അത് പിന്നെ. അപ്പം ജയൻ പറഞ്ഞു, എന്താ അത് പിന്നെ? മിണ്ടാതിരിക്കെ, ഇവൻ പോകുമ്പോ മോളും കൂടെ പോകണം. ഇനി അതാ വേണ്ടത്. ദേവയാനി പറഞ്ഞു കേട്ടില്ലേ, അതുപോലെ അനുസരിച്ചാ മതി. ഒരാൾ ഒരു നല്ല കാര്യം പറയുമ്പം അതിനെ തടസ്സപ്പെടുത്തുവാണോ മോളെ ചെയ്യേണ്ടത്? അല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും പറയുന്ന കേക്ക്. അപ്പം നമ്മുടെ ജലജ പറഞ്ഞു, അല്ല അനന്തപുരിയിലെ പെണ്ണുങ്ങള് പുറത്തു പോയി ജോലി ചെയ്യാറില്ലല്ലോ. അത് പിന്നെ പുറത്താണോ? അകത്തല്ലേ, നമ്മുടെ സ്ഥാപനത്തിലേക്കല്ലേ ജലജ മോള് പോകുന്നത്, അല്ലാതെ വേറൊരു സ്ഥലത്തേക്കല്ലല്ലോ പോകുന്നത് എന്നിങ്ങനെ നമ്മുടെ ജയൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, എനിക്ക് ഇവളെ ഏതു നേരവും കണ്ടോണ്ടിരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് അല്ലാതെ വേറൊരു വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ എന്ത് ചെയ്യാനാ എന്നിങ്ങനെ ജലജ പറയുകയാണ് കേട്ടോ.
എന്നിട്ട് ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവള് മോനെയും മരുമോളെയും ജോലിക്ക് വിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുക എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു. ജയൻ പറഞ്ഞു ഇനിയിപ്പം വെച്ച് താമസിപ്പിക്കണ്ട, രണ്ടാളും റെഡി ആയിട്ട് പോകാൻ നോക്കുക, സമയം ഇത്ര ആയില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നയനയും അതുപോലെ ആദർശം കൂടെ റൂമിനകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ജയൻ പറയാ, അതെ, ജീവിതത്തിൽ എന്റെ ഭാര്യ എടുത്ത ഏറ്റവും നല്ല തീരുമാനമായത്. അപ്പൊ ജലജ പറഞ്ഞു, കുപ്പയിൽ കിടന്നവൾക്ക് ലോട്ടറി അടിച്ചെന്ന് പറയാം. ആരടി കുപ്പയിൽ കിടന്നത്? ആരാ? നയനമോളെ അന്തസ്സായിട്ട് തന്നെയാ ജീവിച്ചത്, ജോലി ചെയ്ത അന്തസ്സായിട്ട്. ഇവിടെ വരുന്നതിന് മുമ്പേ വീടിനകത്ത് ഇരുന്ന കുട്ടിയൊന്നും അല്ല. അവക്ക് സ്വന്തം സ്ഥാപനം ഉണ്ടായിരുന്നു, അവള് നല്ല രീതിയിൽ അത് നടത്തുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനാ ഈ തീരുമാനം എടുത്തത്. എനിക്ക് അവളുടെ പ്രസൻസ് പറ്റില്ല, അതുകൊണ്ട് ഈ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല ജലജ എന്ന് പറഞ്ഞു. അപ്പം ജലജ അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ ജയൻ മനസ്സിലിങ്ങനെ പറയാണ് കേട്ടോ, എന്റെ ഭാര്യ എടുത്ത ഏറ്റവും നല്ല തീരുമാനം, അല്ലാതെ എന്താ പറയുക, എന്റെ ഭാര്യ ഇതുപോലൊരു തീരുമാനം എടുത്തതുകൊണ്ട് എന്റെ മരുമകൾക്ക് ഇനി സ്വസ്ഥതയും സമാധാനവും കിട്ടും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞു കേട്ടോ. ഇതിനുശേഷം നമ്മുടെ ജലജ ഓടി ചെന്ന് അഭിനെ വിളിച്ചുണർത്താണ്. അഭി കിടന്നുറങ്ങാണ് കേട്ടോ. അപ്പം ജലജ കിടന്നുറങ്ങിക്കോടാ, നീ കിടന്നുറങ്ങ, അല്ലെങ്കിൽ മന്ദബുദ്ധികൾക്ക് പറഞ്ഞിട്ടുള്ള പരിപാടി ഉറക്കം മാത്രമാണല്ലോ, നീ വെറും മന്ദബുദ്ധിയാടാ മന്ദബുദ്ധി. ഈ അമ്മ രാവിലെ എന്തിനാ വെളുപ്പാങ്കാലത്ത് മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഓരോ വാക്കുകളൊക്കെ പറയുന്നത്? ഞാൻ മന്ദബുദ്ധിയാണെങ്കിൽ ഞാൻ മന്ദബുദ്ധിയാ, ഞാനങ്ങ് സഹിച്ചു. നിനക്ക് സഹിക്കാനേ പറ്റത്തുള്ളൂ, മറ്റാർക്കും സഹിക്കാൻ പറ്റത്തില്ല. നീ ഇവിടെ മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങിക്കോ. ഇത്രയും വർഷമായിട്ട് നിനക്ക് മൂർത്തി ജ്വല്ലറി നിന്നിട്ട് എന്തെങ്കിലും കയറ്റം ഉണ്ടായോ? ഇല്ലല്ലോ, നീ ഇപ്പോഴും അവിടുത്തെ സ്റ്റാഫ്. പക്ഷെ അങ്ങനെയല്ല, ദേ നയനെ ഇന്നു മുതലേ കമ്പനി പോകാൻ തുടങ്ങിയേക്ക ഡിസൈനർ ആയിട്ട്. ഇനി ഇപ്പൊ അവക്ക് വെച്ചടിക്ക് ഏറ്റമായിരിക്കും. നീ ഇനി അവളുടെ കീഴിൽ വേണം ജോലി ചെയ്യാന്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? രാവിലെ ഉറക്കപ്പിച്ചയ്ക്ക് അമ്മ എന്തെങ്കിലും പറയാണോ? ഞാൻ ഉറക്കപ്പിച്ചയ്ക്കല്ല ഒന്നും പറയുന്നത്, ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതാ. ദേ എന്റെ ഏടത്തിന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവള് പുതിയ തീരുമാനം എടുത്തേക്കാ. അവക്ക് നയനയുടെ പ്രസൻസ് പറ്റില്ല, അതുകൊണ്ട് നയന ഈ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകണം, മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന്. അവളുടെ ഉദ്ദേശം വേറൊന്നും അല്ല, ഇവളെ കൊണ്ട് ഒരുപാട് പണം ഉണ്ടാക്കാൻ പറ്റൂലോ, അത് തന്നെയാ. ദേ ഞാനൊരു കാര്യം പറയാം ഹബി, ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നീ വിചാരിക്കുന്നത് പോലെ നീ ആ ഒരു തലപ്പത്തൊന്നും എത്തില്ല. എന്നും നീ മൂർത്തീസ് ജ്വല്ലറിയുടെ കീഴിൽ ഒരു സ്റ്റാഫിന്റെ ആ ഒരു ഇത് മാത്രമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്, നിനക്ക് വേറെ ഒരു പൊസിഷനും നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ജലജ ദേഷ്യം വന്നിട്ട് അങ്ങ് പോവാണ് കേട്ടോ. ഹബിയാണെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പം വലിയ പണിയായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികേനെയാണ്. അപ്പൊ ഇവിടെയുള്ള വിവരങ്ങളെല്ലാം അനാമിക അതാത് സമയത്ത് അറിയൂല്ലോ. അപ്പം അനാമികയുടെ അച്ഛനും അമ്മയും, അതായത് വേണു രേവതി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അനാമിക വന്നിട്ട് പറയാ, ഇനിയിപ്പോ ഉണ്ടല്ലോ വേറൊരു കാഴ്ചയും കൂടെ കാണാനായി എനിക്ക്. അവളിനി മൂർത്തീസ് ജ്വല്ലറി ജോലിക്ക് പോകാൻ പോവാ. ഞാനിനി ആ വീട്ടിൽ അടയിരിക്കണം, എന്നിട്ട് അവള് ജോലിക്ക് പോകും. എനിക്ക് ഇരുന്നിരുന്ന് വേര് പിടിക്കും. ഇനി വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ അവള് ഓഫീസിൽ പോകുന്ന കാണാനുള്ള ആ ഒരു ശേഷി എനിക്കില്ല, എനിക്ക് പറ്റില്ലത്, അതെനിക്ക് സഹിക്കില്ല എന്ന് പറയുമ്പോ, അല്ല മോളോട് ഇതാരാ പറഞ്ഞത്? ഞാന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവിടെ എനിക്കൊരു അമ്മായിയമ്മ ഉണ്ടല്ലോ, അമ്മായിയമ്മ എന്നെ അങ്ങോട്ട് സ്നേഹിച്ച് കൊല്ലുമല്ലേ. ഒരു ഉപകാരവും ഇല്ലാത്ത അമ്മായിയമ്മയാ, ഒരു പണവും ഇല്ലാത്ത അമ്മായിയമ്മയാ, ഒരു കഴിവും ഇല്ലാത്ത അമ്മായിയമ്മയാ. എങ്കിലും പറയാതിരിക്കാൻ വയ്യ, ഈ വക കാര്യങ്ങളും പരദൂഷണവും ഒക്കെ കറക്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞു തരും. ഇനി എനിക്ക് വയ്യ, ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയില്ല. തലപ്പത്ത് കയറി ഇരിക്കാൻ പോവാ അവള്. ഇനി ആ കിളവനും കിളവിയും എല്ലാം കൂടെ എഴുതി അവളുടെ പേർക്ക് കൊടുക്കും. അവളിപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ വലിയ ഡിസൈനർ ആണല്ലോ, സ്ഥാനങ്ങളെല്ലാം കിട്ടിയല്ലോ. ഇനി ആ വീടും സ്വത്തും കാര്യങ്ങളെല്ലാം അവക്കും ആദർശേട്ടനും സ്വന്തം. വെറുതെ ഞാൻ ഇനി അവിടെ പോകുന്നത്, എനിക്ക് ആ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണു പറഞ്ഞു, നിനക്ക് എന്തിനാ ആ വീട്ടിലൊരു സ്ഥാനം? അല്ലെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി അല്ലല്ലോ നമ്മൾ അവിടെ കയറി പറ്റിയത്. നമുക്ക് കിട്ടേണ്ടത് പൈസയാണ്, അത് നമുക്ക് കിട്ടണം, അതാ നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പം, പൈസ കിട്ടാന്, എന്ത് പൈസ കിട്ടാനാണെങ്കിലും അവളുടെ അഹങ്കാരം ഞാനല്ലേ കാണേണ്ടത്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല മോൾ ഇത് പ്രശ്നം ഉണ്ടാക്കണം, മോള് പറയണം മോൾക്ക് ഒരു സ്ഥാനം വേണമെന്ന് ജ്വല്ലറിയിലോ ഓഫീസിലോ. എനിക്ക് എന്ത് സ്ഥാനമാ വേണ്ടത്? ഒരു ഡിഗ്രി മാത്രം ഉള്ള എനിക്ക് അവർ എന്ത് സ്ഥാനമാണ് തരുന്നത്? അല്ല ഈ പറഞ്ഞവൾക്ക് ഡിഗ്രി പോലും ഇല്ലല്ലോ. അവൾക്ക് ഡിഗ്രി ഇല്ലെങ്കിലും രേവതി, അവൾക്ക് നല്ലതുപോലെ ഡിസൈൻ വരയ്ക്കാൻ അറിയാം. അതാണ് അവളുടെ കഴിവ്. നമ്മുടെ മോൾക്ക് ഒരു കഴിവും ഇല്ലാതായി പോയത് നമ്മുടെ കുറ്റമാണോ എന്ന് പറഞ്ഞപ്പം നമ്മുടെ അനാമിക പറഞ്ഞു, അതെ നിങ്ങളുടെ കുറ്റം തന്നെയാ, പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണമായിരുന്നു, എനിക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മുടെ ആദർശും നയനയും കൂടെ ഓഫീസിൽ പോകാൻ ഇറങ്ങി വരികയാണ്. മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയാട്ടോ വരുന്നത്. അങ്ങനെ ഇറങ്ങി വന്ന ഉടനെ തന്നെ മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ അനുഗ്രഹമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേവയാനി അവിടെ നിപ്പുണ്ടായിരുന്നു. ഇനി ദേവയാനിയുടെ അനുഗ്രഹം മേടിക്കാന്
ഇങ്ങനെ മുത്തച്ഛനും മുത്തശ്ശിയും പറഞ്ഞു കഴിഞ്ഞപ്പം ദേവയാനിയുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് നമ്മുടെ നയനിയും ആദർശം ചെല്ലുകയാണ്. ഏതായാലും ദേവയാനിയുടെ കാലെ തൊട്ട് തൊഴുന്നു. ആ ഒരു സീൻ കാണിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ ഇനിയിപ്പോ അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.